ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളിലെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം കൊണ്ട് നമ്മൾക്കുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളെ പറ്റിയാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു നമ്മളൊരു ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവർ വളരെ എല്ലാവരും അല്ല, ഇപ്പം ആ വീട്ടിലെ എല്ലാവരും ആയിരിക്കണം എന്നില്ല. ഇപ്പം ചില ആളുകൾ അങ്ങനെയാണ്. അവർക്ക് നമ്മളിപ്പോൾ അവിടെ വീട്ടിൽ ഒരു ഗസ്റ്റായിട്ട് ചെല്ലുമ്പോൾ അവർ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറാം. ഇൻഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും വെൽക്കമിങ് അല്ലാതെ പെരുമാറാം. നമ്മളെ കണ്ട പരിചയം നടിക്കാതെ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു ഭയങ്കര തിരക്ക് അഭിനയിക്കാം. നമ്മളവിടെ ചെല്ലുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത തിരക്കായിരിക്കും. അവർക്ക് അവിടെ പോകണം ഇവിടെ പോകണം വല്ല അതിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളോട് 10 മിനിറ്റ് സംസാരിച്ചിട്ട് പോകാനുള്ള കാര്യമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം എനിക്കൊക്കെ അങ്ങനെയാണ്. എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും അവർ ആ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുമ്പോൾ. ഈവൻ ദോ ഞാനത് കാണിക്കില്ല എങ്കിലും, ഞാനതിനൊന്നും തിരിച്ച് കാണിക്കില്ല എങ്കിലും എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. അവരുദ്ദേശിക്കുന്ന നീ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാറുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക എന്നുള്ളതൊരു എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നമാണ്, എന്നെയും അലട്ടുന്നൊരു പ്രശ്നമാണ്. എന്താ ഇങ്ങനെയുള്ളവരോട് നമ്മൾ ചെയ്യുക? അപ്പം നമ്മൾ ഫസ്റ്റ് വിചാരിക്കേണ്ട, അവർ അങ്ങനെ പെരുമാറുമ്പോൾ നമ്മൾ അവരുടെ തലത്തിലേക്ക് താഴാതിരിക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്സെറ്റ് ആവുക എന്നുള്ളതല്ല, നമ്മളൊന്ന് വിഷമിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ചിലർക്ക് എന്താ പറയുക, ചിലർക്ക് അങ്ങനെയാണ്. ആളുകൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ദേ ബിക്കം നെർവസ്. അവർക്ക് എങ്ങനെ പെരുമാറണം എന്നറിയില്ല. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഒരു നമ്മൾ പറയും മനുഷ്യപ്പറ്റില്ലാത്തവർ, മനുഷ്യരോട് ഇടപഴകാൻ അറിയില്ല അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. സോ അത് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഗെറ്റ് വെൽ സൂൺ, അവരോടൊരു സഹതാപം കാണിക്കാൻ എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇതങ്ങനെയല്ല. ഇത് വളരെ നമ്മളോട് ശരിക്കും നമ്മളെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. നമ്മളോട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല, പക്ഷെ ഞാനത് പുറമേ അങ്ങനെ പറയാനൊന്നും പറഞ്ഞെൻ്റെ വില കളയാൻ ഒരുക്കമല്ല. അപ്പോൾ അങ്ങനെ അഭിനയിക്കുന്നവരുണ്ട്. സംസാരിച്ചു എന്ന് വെച്ചാൽ സംസാരിച്ചു, ഞാനിവിടെ മോശമായിട്ട് പെരുമാറിയ, പക്ഷെ നമുക്കത് മനസ്സിലാവും അവർ കാണിക്കുന്നതെന്ന്. ഞാൻ ലൈക്ക് ഇപ്പോൾ നമ്മളവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒട്ടും വെൽക്കമിങ് അല്ലാതെ സംസാരിക്കുക, ഭയങ്കര തിരക്ക് അഭിനയിക്കുക, പിന്നെ നമ്മളെ ഫേസ് ടു ഫേസ് നോക്കാതിരിക്കുക. അപ്പം നമ്മളോട് നോക്കില്ല, നമ്മൾ ഫേസ് ചെയ്യാതെ ചിലപ്പോൾ നമ്മളുടെ കൂടെ വന്നവരോട് മാത്രം സംസാരിക്കുക, നമുക്ക് കുടിക്കാനൊക്കെ വെള്ളമൊന്നും തരാതിരിക്കുക. അങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ പോലും ഓയ്യോ എനിക്ക് തിരക്കാം, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. സോ ഇതിനൊക്കെ എന്താ ചെയ്യുക? അതേപോലെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു സെക്ഷൻ ഇങ്ങനെ പെരുമാറുന്നത്. വേറൊരു ഇത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ നമ്മളോട് സ്നേഹം കാണിക്കാതിരിക്കുന്നവർ. അത് ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വമല്ല, അറിയാതെ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞത് അത് നോയിങ്ലി ചെയ്യുന്നതാണെങ്കിൽ, ഇത് അൺനോയിങ്ലി, അതായത് അറിയാതെ ആയിപ്പോകുന്നതാണ്. മറ്റത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്, ഇത് അറിയാതെ ആയിപ്പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനും ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്, എൻ്റെ പങ്കാളിയുമായിട്ട് ഞാനങ്ങനെ സംസാരിക്കാറുണ്ട്. അതായത് എനിക്ക് ചിലപ്പോൾ പുള്ളി എന്നോട് ഭയങ്കരമായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ എന്നെ ഒന്നൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന് അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അപ്പോൾ പുള്ളി ചെയ്യൂല അങ്ങനെ. അപ്പോൾ ചിലപ്പോൾ ഫോണും നോക്കിക്കൊണ്ടിരിക്കും, അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പം എൻ്റെ പേരൻസിൻ്റെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വെൽക്കമിങ് വേണം ചിലപ്പോൾ. പക്ഷേ ഞാൻ ചെല്ലുന്ന ദിവസം അത്ര അങ്ങോട്ട് വെൽക്കമിങ് ആവാനായിട്ട് ചിലപ്പോൾ അവർക്ക് പറ്റിക്കാണില്ല. അത് മനഃപൂർവ്വമല്ല, നോയിങ്ങിലി അല്ല. ചിലപ്പോൾ അവർ വേറെ പല കാര്യങ്ങളിലൊക്കെ ഇതാവുമ്പോൾ അത്രയും കൂടി ചിലപ്പോൾ സന്തോഷം എക്സ്പ്രസ് ചെയ്യാനോ അങ്ങനെ പറ്റില്ല. ഇപ്പം ഞാൻ പറയും, ഞാൻ എയർപോർട്ടിൽ വരുമ്പോൾ എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കാണിക്കണം, ഞാൻ തിരിച്ചു പോരുമ്പോൾ നിങ്ങളൊന്ന് കരയണം, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അവരൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോണത് ആലോചിച്ചു. അങ്ങനെയൊക്കെ ദിസ് ആർ ഓൾ ലൈക്ക് വെരി
മൈനർ തിങ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ ദിസ് ഓൾ ഷോസ് നമ്മൾക്കൊരു എക്സ്പെക്റ്റേഷൻ എപ്പോഴും നമ്മൾ വെക്കും ഒരിടത്ത് ചെല്ലുമ്പോൾ, അല്ലേ? അപ്പോൾ പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അതിനെന്താ ചെയ്യുക? അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇഗ്നോർ. ഇപ്പം ഈ നോയിങ്ങിലി ചെയ്യുന്നത്, അതായത് നമ്മളോട് അറിഞ്ഞുകൊണ്ട് നമ്മളോട് പക പോക്കുന്നവർ, നമ്മളോട് മോശമായി പെരുമാറുന്നവർ, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളത് ജസ്റ്റ് ഇഗ്നോർ. അവരോട് അത്രേ പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. കാരണം നിങ്ങൾ മെൻ്റലി സിക്കാണ്, നിങ്ങൾക്ക് മെൻ്റലി എന്തൊക്കെയോ പ്രശ്നമുള്ളതുകൊണ്ടാണ് നിങ്ങളങ്ങനെ കാണിക്കുന്നത് എന്നേ പറയാനുള്ളൂ. അതവരോട് പറയുകയും വേണ്ട. ഞാൻ പറഞ്ഞ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവരോട് വളരെ നന്നായി പെരുമാറുക. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഇതില്ലല്ലോ. നമ്മൾ അവർ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കിത് ശീലമാണ് ഇങ്ങനെ ചെയ്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മൾ ഇവിടെയാണ് നിൽക്കണമെങ്കിൽ അവർ ഇവിടെയാണ് നിൽക്കണത്. നമ്മൾ താഴേക്ക് പോയി അവരുടെ പോലെ പെരുമാറേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ചോളം നമ്മുടെ ഇവിടെ എത്താൻ അവർക്ക് പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ എവിടെയാണോ നമ്മുടെ തലം അവിടെ നിന്ന് ആ നല്ല രീതിയിൽ നമ്മൾ പെരുമാറുക. നമ്മളോട് അവരെങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അതേപോലെ പെരുമാറുക. അങ്ങനെ പെരുമാറി അങ്ങ് വേഗം സ്ഥലം കാലിയാക്കുക അവിടെ നിന്ന്. പിന്നെ കൂടുതൽ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ സമയം അവിടെ വേസ്റ്റ് ആക്കാതിരിക്കുക. ജസ്റ്റ് ഇതാണ് അവിടെ നടക്കുന്നതെന്ന് കണ്ട പെട്ടെന്ന് അങ്ങ് സ്കൂട്ടാവുക. പക്ഷെ ആ നിൽക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് പെരുമാറുക. അവർ കാരണം നമ്മൾ വിഷമിച്ചു എന്ന് അവർ അറിയാൻ ഒരിക്കലും ഇടവരുത്തരുത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അതാണ് നോയിങ്ങിലി, അതായത് അറിഞ്ഞുകൊണ്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയും നമ്മൾക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കും ഉള്ള മറുപടി. മാനസിക സംഘർഷം ഒട്ടും അവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കുക. അടുത്തത് ഞാൻ പറഞ്ഞ പോലെ അറിയാതെ ഇത് സംഭവിക്കാം. അങ്ങനെയുള്ളവരുടെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് അറിയാതെ അത് തിരക്കുകൾ മൂലമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളോട് സ്നേഹം ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതായി പോകുന്നിടത്ത് അവരോട് തുറന്ന് സംസാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയിൽ നിന്നാണെങ്കിൽ പങ്കാളിയോട് തുറന്ന് സംസാരിക്കുക. ഒന്ന് വന്ന് തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമോ, എനിക്ക് കുറച്ച് സ്നേഹം വേണം, ഇപ്പോൾ ഒന്ന് എക്സ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള പങ്കാളിയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഒരു ഹഗ് തരാതിരിക്കില്ല, ഒരു കെട്ടിപ്പിടുത്തം തരാതിരിക്കില്ല, അല്ലേ? അപ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കുക. എനിക്ക് ഇന്ന കാര്യങ്ങൾ നമ്മുടെ ബന്ധത്തിൽ ഇത് ഇമ്പ്രൂവ് ആക്കണം എന്നുള്ളവർ. അപ്പോൾ അതങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ അറിയാതെ സംഭവിക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെ ദൂരീകരിക്കാൻ പറ്റും. മാത്രമല്ല അവർ നെക്സ്റ്റ് ടൈം അവർക്ക് മനസ്സിലാവുകയും ചെയ്യും, ഇങ്ങനെയൊക്കെ ആണല്ലേ നിങ്ങൾക്ക് സ്നേഹം വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം കാണിക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. തിരിച്ച് ഇങ്ങോട്ടും അങ്ങനെ തന്നെയല്ലേ, നമ്മളോട് ഒരാൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലേ? അപ്പോൾ തുറന്ന ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ വേണ്ടത്. പിന്നെ വേറെ ഒരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമുക്കൊട്ടും സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ല എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നീ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യണം ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് പൊട്ടിത്തെറിക്കും. ഭയങ്കരമായ വിസ്ഫോടനമായിരിക്കും അവരുടെ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെന്ന് പറഞ്ഞാൽ ചെവി അടച്ച് ജീവിക്കുന്നവരാണ്. ചെവി അടച്ച് എന്താ പറയുക, ബ്രെയിൻ അടച്ച് ഒക്കെ അടച്ചു വെച്ച് എല്ലാം ഞാൻ ചെയ്യണം ശരിയാണ് എന്ന്, നിങ്ങളുടെ ഭാഗത്തൊക്കെയാണ് തെറ്റ്, ഞാൻ എന്തെങ്കിലും ചെയ്താൽ പോലും അതൊക്കെ നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അവരുടെ സംബന്ധിച്ചിടത്തോളം ഒഴിഞ്ഞു മാറി നടക്കുക. അങ്ങനെയുള്ളവരാണെന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ ഒഴിഞ്ഞു മാറി നടക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ ഒന്നും വിജയിക്കാത്തവരായിരിക്കും. അവരെ സംബന്ധിച്ചോളം അവർ ഉദ്ദേശിച്ച പോലെ ഒന്നും ജീവിതത്തിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തവരായിരിക്കും. അപ്പോൾ അവർക്ക് ഇനിയും അത് കേൾക്കാൻ വയ്യ. അവരൊരു പരാജയമാണെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ അതെല്ലാം അടച്ചു വെച്ച് അത് കേൾക്കാൻ വയ്യ. വേറൊരാളിൽ നിന്ന് ഇനി എനിക്കത് കേൾക്കാൻ വയ്യ. ഞാനൊരു പരാജയമാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കിനി അത് കൂടുതൽ കേൾക്കാൻ വയ്യ എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്നും ഒഴിഞ്ഞു മാറി നടക്കുക. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ജസ്റ്റ് ലീവ് ദം അലോൺ. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.
അതുവരേക്കും ബൈ ബൈ, നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.